ഹായ് ചങ്കുകളെ. അപ്പൊ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പൊ നമ്മളൊന്നൊരു പുതിയ ഐറ്റായിട്ട് വന്നാണ്. ഇപ്പൊ 4 മണിക്ക് പിള്ളേർക്കൊക്കെ എന്തെങ്കിലും കുടിക്കണം. അപ്പൊ നമ്മള് ഉരുളക്കിഴങ്ങ് സവാളൊക്കെ വെച്ചിട്ട് കടലമാവ് വെച്ചിട്ട് പപ്പടം ഉണ്ടാക്കാൻ പോവാ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ നോക്കാൻ ഉണ്ടാക്കണത്? അപ്പൊ നമ്മളിങ്ങനെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ടാക്കിയിട്ടില്ല, വെറുതെ സവാള ഇട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇത് ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് വേറെ ഉണ്ടാക്കി നോക്കാം. എങ്ങനെയെന്ന് അറിയാലോ? അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകള് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇതിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതായത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കമന്റ് കുറച്ച് എറിഞ്ഞിട്ട് നമുക്ക് തൊലി കളഞ്ഞിരിക്കട്ടല്ല. വേറെ എന്തെങ്കിലും കൂടുതൽ തിന്നാളൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടിരിക്കണം. ഇപ്പോൾ 4 മണിക്ക് ചായക്ക് ഉപയോഗിക്കാം. അങ്ങനെ എപ്പോഴും പൊളിക്കാതെ ഉണ്ടാക്കാൻ പറ്റും. തൊഴിലാണ് നിൽക്കുന്നത്. നമുക്കിതിന് ചെറുതാക്കി അരിഞ്ഞിരുന്നു കാണാൻ കുറച്ചിട്ട് മതിയല്ലേ. അത് ശരിയാണ്. കാലുവേനൊക്കെ മാറിയ എക്കവില്ല മറല്ലേ, എക്കവില്ല മര. കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം കഴുകിയതിന്റെ കാറുണ്ട്, അത് കളയണത്. ഇത് 2-3 പ്രാവശ്യം കഴുകിട്ടത്. ക്ലിയർ ആയിട്ട് ഒരു 2-3 വട്ടം കഴുകണം. നമ്മൾ 2 സവാള തൊണ്ടളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നോക്കി ഇനി കനം കുറച്ച് എരിഞ്ഞെടുക്കാം. നീളത്തിൽ തന്നെ, പൊടി പൊടിയിട്ടല്ല, നീളത്തിൽ തന്നെ എരിഞ്ഞെടുക്കണം. ബേസിലേക്ക് ഇടാം. നമ്മൾ സവാള റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി പച്ചമുളക്, ഇപ്പോൾ ഒരു 6 പച്ചമുളക് അല്ലേ? 6 പച്ചമുളക്, 2 സവാള, ഒരു വലിയ ഉരുളക്കിഴങ്ങ്. ഇപ്പൊ പ്രത്യേക കണക്കൊന്നുമില്ല ഉരുളക്കിഴങ്ങ്. ഇനി 2 കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. വേർപ്പല, വേപ്പര എടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കുക. ഉരുളക്കിഴങ്ങ് ഇപ്പം അതിട്ട് കൂടി തിരുമ്പ് ഉരുളക്കിഴങ്ങ് കുറഞ്ഞു പോകും. അതധികം തിരുമ്പണ്ട. മുളക് പൊടി കുറച്ച് മതി. നമുക്ക് ഈ വേണ്ടത് കായം. കായത്തിൻ്റെ മണം നിൽക്കണം. കടലപ്പൊടി ഇത് 1 കപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് എന്തെങ്കിലും ഉണ്ട്. അത് 200 ഗ്രാം ഉണ്ടാവും. അരിപ്പൊടിയിൽ നമ്മൾ 1 കപ്പ് അരിപ്പൊടി എടുത്ത് അതിന് ലേശം ബാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് നനച്ചെടുക്കാം. നമ്മൾ സവാള പക്കോട ഉണ്ടാക്കുന്ന പോലെ തന്നെ
സംഭവം ചായക്കൊരു കടിയായി. ചായക്കൊരു ഒന്നുമില്ല മറ്റൊന്നും കള്ളി വരുമ്പോ നമുക്ക് ഉരുളക്കിഴങ്ങ് നമുക്ക് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഇട്ടുണ്ട്. നല്ല തിരുമ്മി ഇതാക്കണം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് പൊട്ടും. ഉപ്പുണ്ട് നോക്കിയാ ഉരുളക്കിഴങ്ങ് ഉപ്പുണ്ടോ? നമുക്കിതിൽ ഇനി 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ലേശം മല്ലിലൂടെ ഉണ്ടെങ്കിൽ നല്ലായിരുന്നു. അപ്പോൾ മല്ലിയില്ല, അപ്പോൾ മല്ലിയില്ലാണ്ട് ഇങ്ങനെ പോട്ടെ. മാസേ ഇതിലൂടെ 5 മിനിറ്റ് ഇരിക്കട്ടെ. ഉപ്പും മുളകൊക്കെ പിടിക്കട്ടെ. എന്തുട്ടാ സ്പെഷ്യല്? സ്പെഷ്യലൊന്നുമില്ല. ഇന്നലെ മാങ്ങ ഉണ്ടായിരുന്നു ഇന്നലത്തെ. അപ്പൊ അതൊരു 2 നാളിന് ഇരിക്കുന്നുണ്ടാവുന്നു. ഒരു മാങ്ങക്കറി. പഴുത്ത മാങ്ങല്ലേ? മാമ്പഴ പുളിശ്ശേരി. എന്തെങ്കിലൊക്കെ ഉണ്ടാക്ക് നോക്കാം. നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ അറിയാമെന്നറിയാലോ. നമ്മളിത് ഉരുളക്കിഴങ്ങ് പക്കോട. ഞാന് ഇതിന് പ്രത്യേക പേര് വേണ്ട. ഇപ്പൊ നമ്മളെ ഐഡിയക്ക് നമ്മൾ ഉണ്ടാക്കി മാത്രമേ ഉള്ളൂ. എന്താ ചൂടല്ലേ? വെള്ളം പറ്റാറായാലോ. ഇനിയിപ്പൊ എന്തായാലും ഈ മാസം അടുത്ത മാസം 11 മഴ നോക്കിയാന്ന് പറഞ്ഞത്. അപ്പോഴേക്കും വെള്ളം കിട്ടാണ്ട് ചാവും. അപ്പൊ നമ്മളെ കനാലിൽ വെള്ളം വിട്ടാൽ മതി. ബീച്ചില് വെള്ളം വിടാറുള്ളൂ. ഡാമില് വെള്ളം പറഞ്ഞത് നന്നായി. അപ്പൊ നമ്മളൊക്കെ കിണറ്റിൽ വെള്ളം പിന്നൊക്കെ പോയാ ഇനി ചിലത്ത് കൂടിയത് ഒരു 2 വെള്ളം ഉണ്ടോ അല്ലേ? മഴ പെയ്താൽ മതി. ഇപ്പൊ ഗൾഫിലൊക്കെ നല്ല മഴ. ദുബായിലൊക്കെ മഴയുണ്ടെന്ന് പറയണ. ഇപ്പൊക്കെ മഴയുണ്ട് ദുബായിലൊക്കെ. ആദ്യം മഴ ഉണ്ടായിരുന്നില്ല. ഞാൻ മാലിനും സമയത്ത് ടൈമിൽ വെള്ളം മഴ കിട്ടി നല്ല വെള്ളം വന്നിതാ. അവിടെപ്പോ നമ്മളിവിടുത്തെ കാലാവസ്ഥ പോലെ തന്നെ അവിടെ ഇവിടെ മഴ ഇല്ലാണ്ടായി, അവിടെ മഴ തുടങ്ങി. ചേട്ടൻ്റെ അവസാനത്തേക്ക് മാമ്പഴ പുളിശ്ശേരി. അപ്പോഴേക്കും നമ്മുടെ സാധനം ശരിയാവും. മറ്റേ ചെറിയ ചട്ടി വെച്ചാൽ മതിയായിരുന്നു. അപ്പൊ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ പൊന്തി കിടന്നു. മുങ്ങി കിടക്കണം ശരിക്കും. നമ്മുടെ ഉരുളക്കിഴങ്ങ് പക്കോട എന്തെങ്കിലും വാരി വാരിട്ടുള്ളൂ. എന്തെങ്കിലും പക്കോട തന്നെ ആയിക്കോട്ടെ, പ്രത്യേക പേരൊന്നും ഇല്ല. അതന്നെ. നമ്മുടെ ഉരുളക്കിഴങ്ങ് പക്കോട ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതധികം പലഹാരങ്ങൾ ഇങ്ങനെയുള്ള പക്കോട വറവ് സാധനങ്ങളൊക്കെ അധികം തമിഴന്മാരുടെ ഹോട്ടലാണ് ഉണ്ടാവുക. മെയിനായിട്ട് അതിന് ടേസ്റ്റ് അവരുണ്ടാക്കുന്ന പ്രത്യേകത. ഇപ്പോൾ ബജി ഉണ്ടാക്കിയില്ല അങ്ങനത്തേനാണ്. മുളക് ബജി, വാഴക്ക ബജി, മുട്ട ബജി, അങ്ങനെ ബജികൾ പലതരമുണ്ട്. കൂട്ടൊക്കെ ഒന്ന് തന്നെ ഐറ്റംസൊക്കെ മാറും. ആദ്യം സാമ്പിൾ നോക്ക് എങ്ങനെയൊക്കെ അറിയാം. നമുക്ക് ചെറിയ തീയിലൊക്കെ ഉണ്ട്. മൊരിയട്ടെ, നല്ല മൊരിയണം. ചൂട്ടത്ത് വെള്ളം കുടിക്കുന്നത് നമ്മളെ പണിക്ക് പിന്നെ കുഴപ്പമില്ല. വേസ്റ്റ് നമുക്ക് അടിച്ച് നിൽക്കാം. ഈ വാർക്ക പണിക്കാരും ഈ തറവണി പണി നോക്കാനൊക്കെ എന്താ ചെയ്യാം? ഇപ്പൊ വീടിന്റെ അകത്തന്നെ നിന്നിട്ട് വേറെ കാര്യം പുറത്തൊക്കെ പുറത്ത് കാറ്റൊക്കെ ഇല്ല. ചട്ടി എന്തായാലും ആയിക്കോട്ടെ.
ആ ചെറിയ നമ്മള് ചെറിയ തല്ലിക്കുടി എന്ന് പറഞ്ഞ മാങ്ങ, അതുകൊണ്ട് മാമ്പഴ പുളിശ്ശേരി വെക്കണം അല്ലേ. ഒരു കാര്യം അതിന് വിഷുവിന്റെ സമയത്ത് ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ഇനി കാണുമ്പോൾ പഠിക്കട്ടെ, നമുക്ക് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. നീ ആദ്യം ഇത് ഉണ്ടാക്കി നോക്കുക എന്നുള്ള അറിയാലോ. ടേസ്റ്റ് ഉണ്ടാക്കി നമുക്ക് വീഡിയോ ഇടാം. നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ഉണ്ട്. ഉരുളക്കിഴങ്ങ് പക്കോട. പക്കോട എന്ന് പറയലേ? അങ്ങനെ പറയാലോ. ശരിയപ്പോ നന്നായിട്ട് പോയിട്ടുണ്ടല്ലേ? നന്നായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് സവാള പക്കോട സെറ്റപ്പ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് സവാള പക്കോട റെഡി ആയിട്ടുണ്ട്. ഇതിൽ 4 മണി പലഹാരം. അതിൽ എന്തെങ്കിലുമൊക്കെ ചായക്ക് എന്തെങ്കിലും ചെറിയ കടി. ഇപ്പൊ നമ്മള് ചായക്കടക്ക് പോയിട്ട് ഇറങ്ങി മേടിക്കണ്ടേ, അല്ലെങ്കിൽ വല്ല മിക്സറാ അതിനെക്കടക്ക് വേദം കഴിക്കുക, എല്ലാവരും കഴിക്കുക. അപ്പൊ ഇത് ഉണ്ടാക്കാത്ത ആൾക്കാരെങ്കിലും ഉണ്ടാക്കി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കൂട്ടിയിട്ട്. സംഭവം കാണാൻ ലുക്ക് ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, അത് വേറെ കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ.